നമസ്കാരം. ഇന്നൊരല്പം രാഷ്ട്രീയം പറയാം. മറ്റന്നാൾ ഇലക്ഷൻ വരെയാണല്ലോ. ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് കുറച്ച് കാലമായിട്ട് ഞാൻ ഈ കൊണ്ടു നടക്കുന്ന ഒരു സംഭവമാണിത്. എങ്ങനെയും ഇത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ആസ് എ പബ്ലിക് നമ്മൾ അറിയേണ്ട കാര്യം കൂടെയാണ്. അപ്പോൾ ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് ഞാൻ പറയുന്നതല്ല. ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും വാല്യൂ ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ നമ്മൾ കുറേ കാലമായിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യം, സ്വിച്ച് ചെയ്യുക. അതായത് പബ്ലിക് എന്നുള്ളത്, അതായത് നമുക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ സംവിധാനമൊക്കെ. നമുക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഈ ഇലക്ഷനും മന്ത്രിമാരും എല്ലാ സംവിധാനവും സാധാരണ ജനങ്ങളായ നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ജയിപ്പിച്ച് വിടുന്ന നേതാവ്, കാൻഡിഡേറ്റ്, അദ്ദേഹം പാർട്ടി ഇത് ജയിച്ചിട്ട് നേരെ ചെന്ന് മറുകണ്ഠം ചാടുക എന്നുള്ളൊരു സംവിധാനം പണ്ടേ ഉണ്ടെങ്കിലും ഇപ്പം അത് കുറച്ച് കൂടുതലായി കാണപ്പെടുന്നു. അതായത് നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിലും അതുപോലെ മധ്യപ്രദേശ് ആണെങ്കിലും ഗുജറാത്തിലാണെങ്കിലും എല്ലായിടത്തും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ്. അപ്പം നമ്മൾ ഫൂളാണ് എന്നുള്ളതാണ് അപ്പം അതിനർത്ഥം വരുന്നത്. കാരണം ഞങ്ങളെപ്പോലുള്ള പബ്ലിക്ക് ഒന്നുകിൽ ഇങ്ങനെയുള്ള രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാൻഡിഡേറ്റിനെ ഈ ഒരു ശക്തമായൊരു നിയമം കൊണ്ടുവരണം. ഇവരെ ബാൻ ചെയ്യുക. പിന്നെ ഇവരെ ഇങ്ങനെ മാറുന്നവർ, അത് അവരുടെ പദവി തന്നെ ഇല്ലാതാക്കുക, അവരെ ബാൻ ചെയ്യുക. അവർ പിന്നെ രാഷ്ട്രീയത്തിൽ തുടരാൻ പാടില്ല, അതിനുള്ള അർഹതയില്ല. അത് ജനങ്ങളുടെ വോട്ടും മേടിച്ചിട്ട്, നമ്മളെപ്പോലുള്ള പബ്ലിക്കിൻ്റെ വോട്ടും മേടിച്ചിട്ട് കാണിക്കുന്ന ഒരു തെമ്മാടിത്തനം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇത് ആർക്കും പേഴ്സണലി അല്ല, ഇത് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. കാരണം ഇത് ഇങ്ങനെ വരികയാണെങ്കിൽ നാളെ ശരിക്കും പറഞ്ഞാൽ ഒരു റോങ് ഹാൻഡ്സിലേക്ക്, അതായത് തെറ്റായ കൈകളിലേക്ക് നമ്മുടെ രാജ്യം പോകും. അപ്പം അതിൻ്റെ ഭവിഷ്യത്ത്, അത് നമ്മളെല്ലാവരും തന്നെ അനുഭവിക്കണം. ചിലപ്പോൾ നമ്മൾ ആകണമെന്നില്ല. കാരണം നമ്മുടെ അടുത്ത തലമുറ, നമ്മുടെ കുട്ടികളും അവരും ഇത് അനുഭവിക്കേണ്ടി വരും. അപ്പം ഈ ഒരു പ്രവണതയോട് ഞാൻ തീരെ യോജിക്കുന്നില്ല. കാരണം നമ്മൾ ഈ ഒരു വ്യക്തിയെ നമ്മൾ ജയിപ്പിച്ച് വിടുമ്പം അയാൾ അതേ പാർട്ടിയിൽ നിന്ന് ജയിച്ചിട്ട് പെട്ടെന്ന് മറുകണ്ഠം ചാടുക എന്നുള്ളൊരു പ്രവണത, അത് നിർത്തേണ്ടിയിരിക്കുന്നു. അതിന് ശക്തമായൊരു നിയമം വന്നാൽ അത് നല്ലതാണ്. നമ്മുടെ നാടിനും നമ്മുടെ ജനങ്ങൾക്കും എല്ലാവർക്കും നല്ലതാണ്. നമസ്കാരം.